അനുപല്ലവി സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലെ 10th ഫ്രെറ്റിൽ നിന്നാണ്. നോട്ട് എന്ന് പറയുന്നത് എ ആണ്. കടക്കണ്ണിൽ മഷിമിന്നും, അതാണ് ആ വരി. സോ ഇത്രയും 3 നോട്ടുകളാണ് ഇത്രയും ഞാൻ വായിച്ചതിനകത്ത് വരുന്നത്. എ, ബി, അതുപോലെ തന്നെ എഫ് ഷാർപ്പ്. ഓക്കെ, ഇത്രയും നോട്ടുകളാണ് അതിനകത്ത് വരുന്നത്. കടക്കണ്ണിൽ എന്നുള്ളതാണ് എ, ബി, ബി, എ. കടക്കണ്ണിൽ മഷിമിന്നും, മഷിമിന്നും എന്നുള്ളതാണ് മഷിമിന്നും. എഫ് ഷാർപ്പ് എ, എ, ബി വരും. അപ്പം എ, ബി, ബി, എ. കടക്കണ്ണിൽ മഷിമിന്നും. അത് കഴിഞ്ഞിട്ട് ഇതേ നോട്ടുകൾ തന്നെയാണ് വന്നേക്കുന്നത്. ഓക്കെ, അതിന് ശേഷം കുറുമ്പിൻ്റെ ഇങ്ങനെ വരും. കുറച്ചുകൂടെ താഴേക്ക് നമ്മൾ, അതായത് നോട്ട് കുറച്ചുകൂടെ താന്ന് പോവുകയാണ്. അതായത് കുറുമ്പിൻ്റെ, ആ കുറുമ്പിൻ്റെ എന്നുള്ളതും ഇതേ നോട്ട് തന്നെയാണ്. എ, ബി, എ വരും. കുറുമ്പിൻ്റെ കുളിരുന്ന സമ്മാനമായി. ആ സമ്മാനമായി എന്നുള്ളത് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 3rd ഫ്രെറ്റ്, 5th ഫ്രെറ്റ്, 7th ഫ്രെറ്റ് വരും. ഓക്കെ, ആ നോട്ടുകൾ ഞാനൊന്ന് പറയാം. എഫ് ഷാർപ്പ്, സോറി, ഡി, ഇ, എഫ് ഷാർപ്പ് വരും. സമ്മാനമായി. സോ സമ്മാനമായി എന്നുള്ളത് ഡി, ഇ, എഫ് ഷാർപ്പ്, ഇ വരും. സമ്മാനമായി. സെക്കൻഡ് സ്ട്രിങ്ങിലെ 3rd, 5th, 7th, 5th, ഇതാണ് ആ പൊസിഷൻ. ഇങ്ങനെ വരും ആ സ്റ്റാൻസ് എന്ന് പറയുന്നത്. സമ്മാനമായി. അത് വീണ്ടും ഒന്നുകൂടെ വായിക്കും. അതിനുശേഷമാണ് ഇലയിട്ട രുചികളിൽ എന്നുള്ള വരി വരുന്നത്. അതായത് ആ നോട്ട് എന്ന് പറയുന്നത് ബി, ഡി, ഇ, ജി ആണ്. സോ ബി ഇവിടെ നിന്ന് വേണേൽ വായിക്കാം. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 7th ഫ്രെറ്റ് ബി ആണ്. അതല്ലെങ്കിൽ സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെറ്റ് ബി ആണ്. ഇങ്ങനെ വേണേൽ വായിക്കാം. ഈ ഒരു ഒറ്റ സ്ട്രൈക്ക് ബി മാത്രം സെക്കൻഡ് സ്ട്രിങ്ങിൽ, ബാക്കി എല്ലാം ഫസ്റ്റ് സ്ട്രിങ്ങിലാണ്. സോ ഒന്നുകിൽ ഇവിടെ വായിക്കാം, അതല്ല എങ്കിൽ സെക്കൻഡും ഫസ്റ്റും കൂടെ ചേർത്ത് സെക്കൻഡ് സ്ട്രിങ്ങിലെ ബി മാത്രം വരുന്ന രീതിയിൽ. അതായത് 12th ഫ്രെറ്റ് ബിയിലെ, സെക്കൻഡ് സ്ട്രിങ്ങിലെ 12th ഫ്രെറ്റും, പിന്നീട് ഫസ്റ്റ് സ്ട്രിങ്ങിലെ 10th ഫ്രെറ്റ്, 12th ഫ്രെറ്റ്, 17th ഫ്രെറ്റ്. ഇലയിട്ട എന്നുള്ളതാണ്. അതായത് ബി, ഡി, ഇ, ജി വരും. രുചികളിൽ എന്നുള്ളതാണ് എഫ് ഷാർപ്പ്, ഇ വരുന്നത്. ഇലയിട്ട രുചികളിൽ, അത് 2 തവണ വരും. അതിനുശേഷം കുറുമ്പിൻ്റെ ആ നോട്ട് എന്ന് പറയുന്നത് ബി, ഇ, ഡി വരും. കുറുമ്പിൻ്റെ. സോ ബി, ഡി, 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 സോറി, ബി, ഇ, 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 ഡി വരും. കുറുമ്പിൻ്റെ കുളിരുന്ന കുറുമ്പിൻ്റെ കുളിരുന്ന എന്നുള്ളത് വരിയാണ് ഈ ബി, ഡി, ബി വരുന്നത്.
സമ്മാനമായി. ആ സമ്മാനമായി എന്നുള്ളത് സെക്കൻഡ് സ്ട്രിങ്ങിലെ ജി എ ബി എ വരും. അപ്പം ഒന്നുകൂടെ അത് വായിക്കുകയാണെങ്കിൽ ഇതാണ് ആദ്യത്തെ ഇതിൽ വരുന്നത്. അതിനുശേഷം കുറച്ചുകൂടെ ബേസിൽ നമ്മൾ സമ്മാനമായി എന്ന് വായിക്കും. ആ വരി എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രിങ്ങിലെ ഇ എ ജി വരും. അതായത് 5ാമത്തെ ഫ്രെട്ട്, 9ാമത്തെ ഫ്രെട്ട്, 7ാമത്തെ ഫ്രെട്ട് സെക്കൻഡ് സ്ട്രിങ്ങിലെ. ഇതാണ് വരി. അതിനുശേഷം പിന്നെ ഹൈ പിച്ചിൽ നമുക്ക് പൂവേ പൊലി പൂവേ എന്നുള്ളത് മറ്റൊരു വോയിസിൽ കേൾക്കാം. ഇങ്ങനൊരു സംഭവമുണ്ട്. അത് പൂവേ പുലി എന്നുള്ളത് ഫസ്റ്റ് സ്ട്രിങ്ങിലാണ് വായിക്കുന്നത്. ഫസ്റ്റ് സ്ട്രിങ്ങിലെ 12th 15th ഫ്രെട്ടും വരും. പൂവേ പൂവേ. സോ നോട്ടുകൾ എന്ന് പറയുന്നത് ജി ആണ്, ജിയും ഇയും ആണ്. പൂവേ എന്നുള്ളത് ജിയിലാണ് വായിക്കുന്നത് 15th ഫ്രെട്ട്. അതായത് 15ാമത്തെയും 12ാമത്തെ ഫ്രെട്ടുകൾ തമ്മിലാണ് ആ സ്ട്രൈക്കിങ് നടന്നേക്കുന്നത്. അതായത് ഈ നോട്ടായ ജിയും ഇയും തമ്മിൽ. കുറച്ചുകൂടെ ഹൈയിലേക്ക് പോയി, ജിയിൽ നിന്ന് നേരെ എയിലേക്ക് പോയി. അതിനുശേഷം വീണ്ടും ലോയിലേക്ക് വന്ന്. അതിനുശേഷം വീണ്ടും നമ്മൾ പല്ലവി വായിക്കുകയാണ്. സോ ഇത്രയാണ്. നന്നായി പ്രാക്ടീസ് ചെയ്യുക. രണ്ടും സോങ്സ് നന്നായിട്ടിരുന്ന് കേട്ടതിന് ശേഷം മാത്രം, അല്ലെങ്കിൽ ഓരോ തവണ സോങ്സ് കേൾക്കുക, അതിന് ശേഷം ഈ ട്യൂട്ടോറിയൽ നോക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഇത് ലേൺ ചെയ്യാൻ കഴിയും. താങ്ക് യു.